N20 News. നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള BSc നഴ്സിംഗ് പ്രവേശനം മെറിറ്റ് സീറ്റുകൾക്ക് മാത്രം അംഗീകാരം. മദ്രാസ് IITയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത കോഴ്സ് പ്രവേശനം IIT റാങ്ക് അനുസരിച്ച്. CUET UG മാർഗനിർദ്ദേശങ്ങൾ അപ്രായോഗികമോ? വിദ്യാർത്ഥി സമൂഹത്തിന് ആശങ്ക. ക്യാൻസർ ചികിത്സാ രംഗത്തെ ഇന്ത്യയിലെ പ്രശസ്ത ഡോക്ടർ VP ഗംഗാധരൻ ബ്രില്യന്റിനൊപ്പം. നഴ്സിംഗിന്റെയും അനുബന്ധ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും എല്ലാം കരിയർ പാത സ്വീകരിക്കുന്നത് സമൂഹത്തിന് സേവനം നൽകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് എന്ന കരിയർ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അത്തരം സാഹചര്യത്തിൽ കേരളത്തിലെ നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരവുമായി കേരള ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. വാർത്തകളിലേക്ക്. +2 ശേഷം നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങളിൽ ഇപ്പോൾ BSc നഴ്സിംഗ് കോഴ്സുണ്ട്. BSc നഴ്സിംഗ് കോഴ്സ് 4 വർഷത്തെ കോഴ്സാണ്. നിങ്ങൾക്കത് കേരളത്തിലെ ഒരു നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ അംഗീകൃത സ്വകാര്യ മെഡിക്കൽ കോളേജിലോ എളുപ്പത്തിൽ പൂർത്തിയാക്കാനാകും. LBS ഓൺലൈൻ പോർട്ടൽ വഴി BSc നഴ്സിംഗ് പ്രവേശന പ്രക്രിയയ്ക്കായി എളുപ്പത്തിൽ എൻറോൾ ചെയ്യാം. കേരളത്തിലെ സ്വകാര്യ നഴ്സിംഗ് പ്രവേശനം ഈ വർഷവും +2 മാർക്കിന് അനുസരിച്ചായിരുന്നു. സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റുകളും മാനേജ്മെൻറ്റ് സീറ്റുകളും പ്രത്യേകം ഉള്ള അലോട്ട്മെൻറ്റാണ് നടത്തിയത്. മെറിറ്റ് സീറ്റ് LBS വെബ്സൈറ്റ് വഴി ഗവൺമെൻറ്റും, മാനേജ്മെൻറ്റ് സീറ്റുകൾ അതാത് മാനേജ്മെൻറ്റുകളും. ഇതിൽ പല മെറിറ്റ് സീറ്റുകളും മാനേജ്മെൻറ്റ് സീറ്റുകളായി അലോട്ട്മെൻറ്റ് നടത്തി എന്ന പരാതി ഉയർന്നിരുന്നു. സർക്കാർ തീരുമാനം മറികടന്ന് കോളേജ് മാനേജ്മെൻറ്റുകൾ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് അംഗീകാരം നൽകില്ല. അത്തരം സീറ്റുകൾ ആരോഗ്യ സർവകലാശാലയും പ്രവേശന മേൽനോട്ട സമിതിയും അംഗീകാരം നൽകരുതെന്ന് കേരള ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയതായി അറിയുന്നു. സംസ്ഥാന അംഗീകൃത നഴ്സിംഗ് കോഴ്സിലേക്കുള്ള മുഴുവൻ സെലക്ഷൻ പ്രക്രിയയും മെറിറ്റ് അധിഷ്ഠിതമായിരിക്കും. അതിനാൽ വിദ്യാർത്ഥികൾ മാർക്കിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ല. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ് എന്നിവ സംയോജിപ്പിച്ചുള്ള 4 വർഷ BS പ്രോഗ്രാമുമായി മദ്രാസ് IITയിൽ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം ആരംഭിച്ചു. വിശദാംശങ്ങളിലേക്ക്. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ് എന്നിവ സംയോജിപ്പിച്ചുള്ള 4 വർഷ BS പ്രോഗ്രാമുമായി മദ്രാസ് IITയിൽ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം ആരംഭിച്ചു. മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ രൂപകൽപ്പന, ആരോഗ്യമേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, മെഡിക്കൽ ഇമേജ് അനാലിസിസ് തുടങ്ങിയ മേഖലകളിൽ എഞ്ചിനീയറിംഗ് അധിഷ്ഠിത പഠനം നടത്തും. ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച ഡോക്ടർമാരായിരിക്കും ക്ലാസ് എടുക്കുക. രാജ്യത്താദ്യമായാണ് ഇത്തരമൊരു കോഴ്സെന്ന് മദ്രാസ് IIT അവകാശപ്പെട്ടു. +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർക്കാണ് യോഗ്യത. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് mst.iitm.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ത്യയിലുടനീളമുള്ള കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും ഒന്നിൽ പഠിക്കണമെങ്കിൽ CUET എന്ന പ്രവേശന പരീക്ഷ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ടെസ്റ്റ് രാജ്യവ്യാപകമായി വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി പ്രവേശനം നേടുന്നതിനും അതിലൂടെ വലിയ കരിയർ സ്വന്തമാക്കുന്നതിനുമായുള്ള നിരവധി അവസരങ്ങൾ തുറക്കുന്നു. എക്സാമിന് വളരെ കുറച്ച് മാസങ്ങൾ ബാക്കി നിൽക്കെ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന മാറ്റങ്ങളിൽ വിദ്യാർത്ഥികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. റിപ്പോർട്ട് കാണാം. +2 കഴിഞ്ഞ് ഏത് സിലബസിൽ പഠനം പൂർത്തിയാക്കിയവർക്കും ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിച്ചവർക്കും അപേക്ഷിക്കാവുന്ന പ്രവേശന പരീക്ഷ. ലക്ഷക്കണക്കിന് കോഴ്സുകൾ, ബിരുദ പഠനവും ബിരുദാനന്തര പഠനവും നിങ്ങൾക്കിണങ്ങിയ ഏത് സബ്ജക്റ്റിലും. പഠനം ഏറ്റവും നല്ല അക്കാഡമിക് നിലവാരം പുലർത്തുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. ചെലവ് ഏറ്റവും കുറവ്. 20 പ്രാദേശിക ലാംഗ്വേജുകളിൽ ബിരുദ പഠനം, 13 ഫോറിൻ ലാംഗ്വേജുകൾ. മറ്റ് സബ്ജക്റ്റുകളിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന 100 കണക്കിന് കോഴ്സുകൾ. +2വിന് നിങ്ങൾ ഏറ്റവും നന്നായി പഠിച്ച സബ്ജക്റ്റിൽ പരീക്ഷ എഴുതുവാനുള്ള അവസരം. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ CUET UG പരീക്ഷ. പുതിയ പരിഷ്കാര നടപടികളിൽ വിദ്യാർത്ഥികളിൽ ആശങ്ക നിഴലിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഓരോ കോഴ്സിലെയും പ്രവേശനത്തിന് +2 തലത്തിൽ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ, അഭിമുഖീകരിക്കേണ്ട ടെസ്റ്റ് പേപ്പറുകൾ എന്നിവയിൽ ധാരാളം ഇളവുകൾ ഉൾപ്പെടുത്തുമ്പോഴും അവ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുമോ എന്ന് കണ്ടറിയണം. ടെസ്റ്റുകളുടെ എണ്ണം 5 ആകുമ്പോൾ അപേക്ഷിക്കാവുന്ന യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകളുടെയും എണ്ണം വലിയ തോതിൽ കുറഞ്ഞു പോകുന്നു എന്ന പരാതി വ്യാപകമാണ്. ടെസ്റ്റ് പേപ്പറുകളുടെ എണ്ണം കുറച്ച് കൂടുതൽ ജനറൽ പേപ്പറിനെ ആശ്രയിക്കുമ്പോൾ അതിലുള്ള പ്രാവീണ്യം കുട്ടികൾ കൂടുതലായി ആർജിക്കേണ്ടി വരും. ഇത് കോഴ്സുകളുടെ നിലവാരത്തെയും ബാധിച്ചേക്കാമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ ഓരോരുത്തരും.
കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് ആദ്യം ഓർമ്മയിലേക്ക് എത്തുന്നത് ഡോക്ടർ VP ഗംഗാധരന്റെ മുഖമാണ്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ മരണം സുനിശ്ചിതം എന്ന് വിശ്വസിച്ചിരുന്ന പലർക്കും പ്രത്യാശയോടെ ജീവിതത്തെ സമീപിക്കാൻ കാരണക്കാരനായ വ്യക്തിത്വമാണ് അദ്ദേഹം. കടന്നു വന്ന നാളുകൾ, വിജയം വരിച്ച വഴികൾ, ഒരു ഡോക്ടറുടെ ജീവിതമെല്ലാം തുറന്നു പറയുന്ന എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഉടൻ ബ്രില്യൻ പാല എൻട്രൻസ് ന്യൂസ് ചാനലിൽ. അതിലെ ഏതാനും പ്രധാന ഭാഗങ്ങളിലേക്ക്. ഓരോരുത്തരുടെയും അവരുടെ ബേസിക്കലി അവരുടെ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൃത്യമായി ഓർത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർക്കും. നമ്മളെ മാത്സ് പഠിപ്പിച്ചാരായിരുന്നു, നമ്മളെ ഹിന്ദി പഠിപ്പിച്ചാരായിരുന്നു, മലയാളം മാഷാരായിരുന്നു, മനസ്സിലായില്ല. അത് കാരണം അദ്ദേഹം ടോട്ട് ചെയ്യൂ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളിപ്പോൾ എവിടെ പോയി ഞാൻ എന്ത് പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ സാന ഭാഷ ഓർക്കും. സാന ഭാഷ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് വാട്ട് യു ഗെയിനിങ് ഈസ് നോട്ട് മലയാളം അല്ല നമ്മൾ പഠിക്കുന്നത് ഹൗ ടു ലിവ് എന്നുള്ളതാണ്, ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നത്. സാർ, ഞാൻ ഇതിനോടൊന്ന് കണക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ റഷ്യ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു. അത് ക്യാൻസറിന് വാക്സിൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ നമുക്ക് ആധികാരികമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ദേ ആർ ഓൾമോസ്റ്റ് ഓൺ ദി വെർജ്. നമുക്ക് ആൻറ്റി ക്യാൻസർ വാക്സിൻസ് പലതിനും ഉള്ളതിന് വരാനുള്ള ഓൾമോസ്റ്റ് വാതിക്കാൻ നിൽക്കുന്നുണ്ട്. അതപ്പം ഒരു വിശ്വസനീയമായ ഒരു സിറ്റുവേഷൻ നമുക്ക് പരിഗണിക്കപ്പെടാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധ്യതകളുണ്ടത്. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എൻട്രൻസ് എഴുതി അതിൻ്റെ ടു ദി എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക. അതായത് ദേ വിൽ കം ടു എ സ്റ്റേജ് വെയർ അവർക്ക് ചോദ്യം വേണ്ട, ഉത്തരം അതിനുമ്പ് തരും. ഉത്തരം തരാനുള്ള കപ്പാസിറ്റി. ചോദ്യം ഞങ്ങൾ ഇട്ട് തരാം, യു ക്യാൻ ആ ആൻസർ ഇതായിരിക്കും എന്ന് പറയുന്നത്. അത്രയും ക്ലാരിറ്റിയോടുകൂടെ പോകുമ്പോൾ യു ആർ പെർഫെക്റ്റ്. ഒരു പക്ഷേ റോബോട്ടിക് സർജറിയൊക്കെ വന്ന് നമുക്ക് റോബോട്ടിക് സർജറി ചെയ്യും, എല്ലാ സോഫ്റ്റ്വെയർസ് എല്ലാം വരുമെങ്കിലും നമുക്കൊരു കിട്ടുന്നൊരു കൺസോളേഷൻ എന്ന് പറയുന്നത്, ഞാനൊരു മെഷീനിൽ പോയി പോയിരുന്നിട്ട് എനിക്ക് കിട്ടുന്ന ആശ്വാസവാക്കുകളും ഞാനൊരു മനുഷ്യനായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ആശ്വാസവാക്കുകൾ രണ്ടാണ്. ഇന്നത്തെ പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.